Yo, hello guys, welcome back to my channel Ruzaar Media. So guys, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏതൊരാളാണെങ്കിൽ മെമ്മറി കാർഡ് ജസ്റ്റ് ഒന്ന് ഡാമേജ് ആയാലും നമുക്ക് അത് പെട്ടെന്ന് വലിച്ചെറിഞ്ഞിട്ട് പുതിയൊരു മെമ്മറി കാർഡ് പർച്ചേസ് ചെയ്യലായിരിക്കും സാധാരണ ഉണ്ടാവില്ല. ഇപ്പം ഞാനൊരു പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു മെമ്മറി കാർഡ് ആണെങ്കിൽ ജസ്റ്റ് ഇത് വൈറസ് കയറിയതാണെങ്കിൽ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തില്ലെങ്കിലോ അത് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ അതിനുണ്ടാവുള്ളൂ. ജസ്റ്റ് ഫോർമാറ്റ് അടിച്ചാൽ മതി. ഏത് മെമ്മറി നിങ്ങളിപ്പോൾ ഒരു കേടായ മെമ്മറി കാർഡ് അവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ അതെടുത്ത് ജസ്റ്റ് നിങ്ങളെ ഫോൺ എടുത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് അടിച്ചാൽ മതി, സംഗതി വർക്കൗട്ടോ മെമ്മറി കാർഡ് സെറ്റാവും. ഒരുവിധം എല്ലാ മെമ്മറി കാർഡും. പക്ഷേ ചില മെമ്മറി കാർഡ് നമ്മൾ ഫോണിൻ്റെ അകത്തിട്ട് ഫോർമാറ്റ് അടിച്ചാൽ നോക്കിയാൽ നടക്കണേ ഇല്ല. എത്ര ഫോർമാറ്റ് അടിച്ചാലും റെഡി ആവത്തില്ല, അല്ലെങ്കിൽ ഫോർമാറ്റ് ആവില്ല. അങ്ങനത്തെ ഒരുപാട് മെമ്മറി കാർഡ് ഉണ്ട് അല്ലേ, ഒരുപാട് ടൈപ്സ് മെമ്മറി കാർഡ് ഉണ്ട്. ഇനി അത് നമ്മൾ ലാപ്പിലിട്ട് ഒരു ചിപ്പ് വഴി കയറ്റുകയാണെങ്കിലോ അതും എന്ത് ചെയ്യില്ല, ചില ടൈമിൽ അതിൻ്റെ അത് ഫോർമാറ്റ് അടിക്കാൻ നോക്കുമ്പോൾ അത് റിജക്റ്റ് ആയി കളിക്കും, അത് ഫോർമാറ്റ് ആവില്ല. സോ ഇന്ന് ഞാൻ പറയാൻ പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതൊരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ കേട് വന്ന ഏത് മെമ്മറി കാർഡ് നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന ആ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് ഫോർമാറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു മെമ്മറി കാർഡ് സുഖം. ഇപ്പോൾ അതിൻ്റെ ഒരു 68 അങ്ങനത്തെ 64 GB മെമ്മറി കാർഡാണെന്ന് തോന്നുന്നു. ആ ഒരു മെമ്മറി കാർഡ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തത്, കാരണം എൻ്റെ ഫോണിൽ മെമ്മറി കാർഡ് ഇടാൻ കഴിയില്ല. അപ്പം ഇന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊരു എന്താ പറയുക മെമ്മറി കാർഡ് എടുത്ത് ആ മെമ്മറി കാർഡ് എന്തൊക്കെ ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ എൻ്റെ ഫോണിൽ ഇട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യണേ, അത് വർക്ക് ചെയ്യണേ ഇല്ല, തീരെ വർക്ക് ചെയ്യണില്ല. ഫോർമാറ്റ് അടിക്കാൻ നോക്കുക, ഫോർമാറ്റ് അടിക്കാൻ കഴിയണില്ല. ഞങ്ങൾ ലാപ്പിലിട്ട് നോക്കുമ്പോൾ ഫോർമാറ്റ് അടിക്കാൻ കഴിയില്ല. അപ്പം എങ്ങനെയാണിത് എന്താ തീരെ ഫോർമാറ്റ് അടിക്കാത്ത ഏത് മെമ്മറി കാർഡ് എങ്ങനെ നമുക്ക് ഒരു സിമ്പിളായ മെത്തേഡിൽ കൂടി ഫോർമാറ്റ് അടിക്കാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ പറയാൻ പോണത്. സോ അതിന് വേണ്ടി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും വേണ്ട, ലാപ്പുള്ള ഏതൊരാൾക്കും ചെയ്യുന്നുള്ളൂ. എൻ്റെ ഒരു വിൻഡോസ് 10 ആണ്. അപ്പോൾ വിൻഡോസ് 10 എങ്ങനെയാണ് അത് നിങ്ങൾ എന്താ പറയുക ഏതൊരു വിൻഡോസ് ആണെങ്കിലും ചെയ്യാൻ സാധിക്കുക. ഞാൻ പറയുന്ന അതേ മെത്തേഡ് തന്നെ ചെറിയൊരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്താ പറയുക മെമ്മറി കാർഡ് ഫോർമാറ്റ് അടിക്കാൻ പോകുന്നത്. പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ പേടിച്ച് ഓടുന്നു വേണ്ട, ഞാൻ എന്തൊക്കെയാണ് വേണമെന്ന് വെച്ചാൽ സ്റ്റെപ്പായിട്ട് എഴുതി തരുന്നുണ്ട്. ജസ്റ്റ് അങ്ങനെ അടിച്ച് എൻ്റർ എടുത്ത് പോയാൽ ഓട്ടോമാറ്റിക്കലി അത് ഫോർമാറ്റായി മാറുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം എങ്ങനെയാണ് ഫോർമാറ്റ് അടിക്കുക, എങ്ങനെയാണ് ചെയ്യൽ എന്നുള്ളത് നമ്മൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് ഏതൊരു മെമ്മറി കാർഡും ഈ ഒരു ലാപ്പിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്താലേ ഈ ഒരു സംഗതി വർക്കൗട്ട് ആവുള്ളൂ. അൺലോക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ലോക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, മെമ്മറി കാർഡ് ലാപ്പിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാപ്പ് എൻ്റെ സിസ്റ്റം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഫ്രണ്ടിൽ പറയാൻ മറന്നുപോയ കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഏതൊരു മെമ്മറി കാർഡ് അത് ഫോർമാറ്റ് ഉണ്ടെങ്കിൽ റൈറ്റ് ടു പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞ സംഗതി വരും. അതായത് ഞാൻ കാണിച്ചപ്പോൾ ഞാൻ മൈ PC ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത ശേഷം എൻ്റെ ഫോൺ ജസ്റ്റ് ഒന്ന് ഞാൻ മെമ്മറി കാർഡ് ചിപ്പ് ഇൻസേർട്ട് ചെയ്യാൻ പോണേ. ഓക്കെ, മെമ്മറി കാർഡ് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഏതൊരു മെമ്മറി കാർഡ് ഫോർമാറ്റ് അടിക്കാൻ നോക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് അടിച്ച് കാണിച്ചിരുതാ. കണ്ടില്ലേ, ദ ഡിസ്ക് ഈസ് റൈറ്റ് ടു പ്രൊട്ടക്റ്റ്. ഇങ്ങനെ ഒരു സംഗതി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു എന്തെങ്കിലും ഒരു എന്താ പറയുക ഡോക്യുമെന്റ് എന്താ പറയുക കോപ്പി ചെയ്യാനോ പേസ്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഫുള്ളും കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരിക്കും. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ചില ടൈമിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഇനി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽസ് ഇൻസേർട്ട് ചെയ്യാൻ ഒന്നും കഴിയില്ല. ഈ മെമ്മറി കാർഡ് കംപ്ലീറ്റ്ലി ഡാമേജ് ആണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഏതൊരു മെമ്മറി കാർഡ് ഫോർമാറ്റ് അടിച്ചാൽ റെഡി ആവും എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു തന്നത്. പക്ഷെ തമ്പനയിൽ ഞാൻ എന്തും കാണിച്ചിട്ടുണ്ട്, റൈറ്റ് ടു പ്രൊട്ടക്റ്റ് എങ്ങനെയാണ് ഒഴിവാക്കാമെന്നും തമ്പനയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് പറയാൻ പോണത് റൈറ്റ് ടു പ്രൊട്ടക്റ്റ് എന്നുള്ള ആ ഒരു സംഗതി എങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ അത് റിമൂവ് ചെയ്താൽ നമുക്ക് എന്തിനാ അത് ഫോർമാറ്റ് ചെയ്യാൻ കഴിയല്ലോ. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഫോർമാറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ കഴിയില്ല, റൈറ്റ് ടു പ്രൊട്ടക്റ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇതങ്ങ് നമ്മൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു മെമ്മറി കാർഡ് നമുക്ക് ഫോർമാറ്റ് അടിക്കാമല്ലോ. സോ എങ്ങനെയാണ് ഒഴിവാക്കാൻ വെച്ചാൽ ആദ്യം തന്നെ നമ്മളെ ഈ ഒരു ഇതിൻ്റെ അകത്ത് CMD എന്ന സംഗതി സെർച്ച് ചെയ്യുക. CMD എൻ്റെ വിൻഡോസ് 10 ആണ്. അപ്പോൾ നിങ്ങളെ ഒരു സംഗതി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോമിൽ കയറിയിട്ടോ അല്ലെങ്കിൽ മോസില കയറിയിട്ട് ഈ ഒരു സംഗതി ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, CMD എന്നാണ് പേര് കമാൻഡ്. അപ്പോൾ ഈ CMD ഓപ്പൺ ചെയ്യാം. ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ചെയ്യേണ്ടത് ആദ്യം തന്നെ എന്താ വേണ്ടി വെച്ചാൽ നമുക്ക് ഡിസ്ക് ആണല്ലോ കണക്ട് ആയത്. അപ്പം എന്ത് ചെയ്യുക, ഡിസ്ക് പാർട്ടിന്ന് അടിക്കാം.
സ്പെല്ലിംഗ് പറഞ്ഞുതരാം. DISKPART ഡിസ്ക് പാർട്ട്. സ്പേസ് ഇല്ലാണ്ട് ഡിസ്ക് പാർട്ടിന് അടിക്കാം. ഓക്കെ, ഡിസ്ക് പാർട്ട് എന്ന് അടിച്ചാൽ ഡിസ്ക് പാർട്ട് സെലക്ട് ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് വേണ്ടിയത് ലിസ്റ്റ് ഡിസ്ക്, LIST ലിസ്റ്റ് സ്പേസ് DISK ലിസ്റ്റ് ഡിസ്ക്. എൻ്റർ അമർത്തിയ ലിസ്റ്റ് നമ്മുടെ ഡിസ്കിന്റെ ലിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ ഒന്നാമത്തെ ഡിസ്ക് ഡിസ്ക് 0 എന്ന് പറഞ്ഞാൽ 238 GB. അതായത് അത് എൻ്റെ ഓൾറെഡി ഈ ഒരു സിസ്റ്റത്തിലുള്ള ഡിസ്ക് ആണ് 238 GB. അതല്ല ഞാൻ ഇൻസേർട്ട് ചെയ്തത്. ഡിസ്ക് 1 എന്ന് പറഞ്ഞാൽ 931 GB. അതും എൻ്റെത് ഡിസ്കിന്റെ എന്താ പറയുക ലാപ്പിലത്തെ ഹാർഡ് ഡിസ്ക് ആണ്. അപ്പോൾ ഡിസ്ക് 2 എന്ന് പറയുന്നതാണ് ഞാൻ ഇൻസേർട്ട് ചെയ്തത്. കണ്ടില്ലേ, അത് 1909 MB ആണ്. അത് 2 GB മെമ്മറി കാർഡാണ് ഞാൻ ഇൻസേർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് SELECT സെലക്ട് എന്ന് അടിക്കുക. അത് SELECT സെലക്ട് DISK ഡിസ്ക്. എൻ്റെ ഡിസ്ക് 2 ആണ്. നിങ്ങളുടെ എത്ര വരാൻ എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഡിസ്ക് 2 സെലക്ട് ചെയ്യുക. നമ്മൾ ഡിസ്ക് 2 ഈസ് നൗ ദ സെലക്റ്റഡ് ഡിസ്ക്. സെലക്ട് ടു ഡിസ്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിസ്കിന്റെ ആട്രിബ്യൂട്ട് എടുക്കലാണ് അല്ലേ. ആട്രിബ്യൂട്ട് എടുത്താൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ആട്രിബ്യൂട്ട് ATTRIBUTES ആട്രിബ്യൂട്ട്സ് ഡിസ്ക് സ്പേസ് DISK ആട്രിബ്യൂട്ട് ഡിസ്ക് എന്ന് എടുത്താൽ ആ ഡിസ്കിന്റെ ആട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് റീഡ് ഓൺലി ബൂട്ട് ഡിസ്ക് ഉണ്ടോ, ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ട് അല്ലേ. അപ്പം റീഡ് ഓൺലി യെസ് ആണ്, കറന്റ് റീഡ് ഓൺലി സ്റ്റേറ്റ് യെസ്സും കാര്യങ്ങളൊക്കെ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യണം, അന്നോയും കാര്യങ്ങളും ഒരു ക്ലിയർ അടിക്കണം തോന്നിയിട്ട് അല്ലേ. അപ്പോൾ ഇത് ക്ലിയർ അടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ആട്രിബ്യൂട്ട് ATTRIBUTES ആട്രിബ്യൂട്ട് DISK ഡിസ്ക് CLEAR ക്ലിയർ REA. അതായത് നമുക്ക് ഡിസ്ക് ക്ലിയർ അടിക്കാനുള്ള റീഡ് ഓൺലി മെമ്മറി ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യുക, ഡിസ്ക് ആട്രിബ്യൂട്ട് ഡിസ്ക് ക്ലിയർ റീഡ് ഓൺലി എന്നാണ് അടിക്കേണ്ടത്. ഓക്കെ, READ റീഡ് ഓൺലി ONLY സ്പേസ് ഇല്ലാണ്ട് റീഡ് ഓൺലി അടിച്ച് എൻ്റർ അടിച്ചാലും ഡിസ്ക് ആട്രിബ്യൂട്ട് ക്ലിയർലി സക്സസ്ഫുള്ളി എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഞാൻ വേറൊരു കമാൻഡ് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്ക് ആട്രിബ്യൂട്ട് ഡിസ്ക് ഈസ് ക്ലിയർലി റീഡ് ഓൺലി എന്ന് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിസ്ക് ആട്രിബ്യൂട്ട് ക്ലിയർലി സക്സസ്ഫുള്ളി. അപ്പോൾ എന്താ സംഗതി വെച്ചാൽ ഡിസ്ക് ക്ലിയർലി സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എക്സിറ്റ് അടിച്ചിട്ട് ഒഴിവാക്കാം. EXIT എക്സിറ്റിന് അടിച്ചാൽ ഈ ഒരു സംഗതി ഓഫ് ആവും. ഓക്കെ, അപ്പോൾ കമാൻഡ് ഒക്കെ ഓഫ് ആയത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ ഒരു മെമ്മറി കാർഡ് ഇട്ടുന്ന ചിപ്പ് ലോക്ക് ആക്കിയിട്ട് ഇടാൻ പറ്റുള്ളൂ. നേരത്തെ എനിക്ക് പറ്റിയ ഫാൾട്ടും അതായി, ഞാൻ വിചാരിച്ച് ലോക്ക് കഴിഞ്ഞാണ്, പക്ഷെ അൺലോക്ക് കഴിഞ്ഞ് അത്. പക്ഷെ റീഡ് ഓൺലി ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ അത് ലോക്ക് ഇട്ടാൽ ഫോർമാറ്റ് ആയും ചെയ്തത്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നിട്ട് കുറച്ച് ഒരുപാട് ഇമേജസ് ഇല്ലാത്തുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഞാൻ ഫോർമാറ്റ് റീഡ് ഓൺലി റൈറ്റ് ടു പ്രൊട്ടക്റ്റ് ഒഴിവാക്കിയതാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഫോർമാറ്റ് അടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ സ്റ്റാർട്ട് ഞാൻ മാതിരി തന്നെ ഇത് സെലക്ട് ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതാ കണ്ടില്ലേ, ഒരു ക്ലിയർ ഫുൾ സെറ്റ് ആയിരിക്കും. വേണമെങ്കിൽ ഞാൻ വേറെ ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് റെക്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് തന്നെ കോപ്പി ചെയ്ത് ഓക്കെ ഇങ്ങനെ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ. സാധാരണ നമ്മൾ ഏതൊരു നേരത്തെ റൈറ്റ് ടു പ്രൊട്ടക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഒഴിവാക്കാനോ ഇതിൻ്റെ അകത്ത് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഔട്ട് സൈഡ് ചെയ്യാനോ ഒന്നും ഔട്ട് ചെയ്യാനോ ഇൻ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ നമ്മൾ റൈറ്റ് ടു പ്രൊട്ടക്റ്റ് ഓഫ് ആയാലേ ഇത് ചെയ്തിട്ടുണ്ട്. ഈ ചില മെമ്മറി കാർഡിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ മാതിരി തന്നെ ചില മെമ്മറി കാർഡിൽ എന്താ പറയാ ഓപ്പൺ റൈറ്റ് ടു പ്രൊട്ടക്റ്റ് ഉണ്ടാവില്ല, പക്ഷെ അത് എന്താ പറയാ ഫോർമാറ്റ് അടിക്കാനുള്ള ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷനോ തീരെ കാണത്തില്ല. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് വേറൊരു ടിപ്പ് ഉണ്ട്, എങ്ങനെ ഫോർമാറ്റ് അടിക്കുക എന്നുള്ളത് വേറെ അടിപൊളി ടിപ്പാണ്. അത് ആവശ്യമുള്ളവർ പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അതും കൂടി ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം സിമ്പിൾ മെത്തേഡ് അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൻ വെച്ച് ആവശ്യം ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ബൈ.